നമസ്കാരം. ഞാൻ ബിജു ആന്റണി, പ്രിൻസിപ്പൽ സോളിസിറ്റർ, മെറിഡി ലോയി സോളിസിറ്റേഴ്സ്. കഴിഞ്ഞ വർഷത്തെ UK സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ഏകദേശം 58,000 കേസസ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 1600 കാഷ്വാലിറ്റീസ്, ഫെറ്റാലിറ്റീസ് വന്നിട്ടുണ്ട്, ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കേസസ് നോർമലായിട്ട് പോലീസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് മെത്തേഡ്, പെട്രോളിങ്ങിന് പോകുന്ന പോലീസ് ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് മെത്തേഡുകൾ, ഫോർ എക്സാമ്പിൾ ഒരു കർബിൽ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രിങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ മിക്കവാറും ഓവർ കോൺഷ്യസ് ആയിരിക്കും. അവർ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഓട്ടും. അപ്പോൾ അവരുടെ ആ ഡ്രൈവിംഗിലെ സസ്പീഷ്യസ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ്, അല്ലെങ്കിൽ ലൈറ്റ് ഇടാണ്ട് വണ്ടി പോവുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവർക്ക് സംശയം തോന്നിക്കഴിയുമ്പോഴത്തേനും ഇവർ വണ്ടി സൈഡാക്കാൻ പറഞ്ഞ് സിഗ്നൽ കൊടുത്ത് അവർ അവിടെ വണ്ടി നിർത്തിക്കും. അപ്പോൾ ഈ പോലീസ് ഓഫീസറിന് തോന്നുകയാണ് മുമ്പിൽ പോകുന്ന വണ്ടിയിലെ ഡ്രൈവർ ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസിലാണ് വണ്ടി ഓടിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ അവരൊരു സിഗ്നൽ കൊടുത്ത് ഈ ഡ്രൈവറോട് ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരൊരു ബ്രത്ത് ടെസ്റ്റ് ഇൻസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബൈ ദ വിർച്യൂ ഓഫ് ദ പവേഴ്സ് കൺഫേർഡ് ബൈ സെക്ഷൻ 6 ഓഫ് റോഡ് ട്രാഫിക് ആക്ട് 1988, a police officer is empowered to administer a breath test if he has reason to believe that the person who is driving the car is above the alcohol limit. Failure to provide specimen will invite unwanted legal repercussions. ഒരുപാട് പേരുടെ മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാൽ, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കേസിൽ പോലീസ് ഓഫീസർ ബ്രത്ത് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹകരിക്കാതിരുന്നാൽ ഇവര് ആ ഓഫൻസിൽ നിന്ന് രക്ഷപ്പെടും എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതൊരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ഒരു മിഥ്യാധാരണയാണ്. ബ്രത്ത് ടെസ്റ്റിൽ നിന്ന് റിഫ്യൂസ് ചെയ്യുന്നതിന് ചില സിറ്റുവേഷൻസ് വരാം. അങ്ങനെ ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കണ്ടീഷൻസ് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ റിഫ്യൂസ് ചെയ്യാം. പക്ഷേ അത് ജെന്യുവിൻ ആയിരിക്കണം. അതിന് പറ്റുന്ന സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് അത് കൊറാബറേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് അത് റിഫ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക. അഥവാ നമ്മൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അവർ അങ്ങനെ ഒരു ഡ്രിങ്ക് ഡ്രൈവ് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോലീസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, സഹകരിച്ചാൽ നമുക്ക് അതിൻ്റെ ശിക്ഷയിൽ കാഠിന്യം കുറയും. അപ്പം നമ്മൾ ഈ കേസ് കോടതിയിലോട്ട് വന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറയുക, സാർ ഐ എം റിമോഴ്സ്ഫുൾ, ഐ എം റിപ്പൻറ്റ്ഫുൾ, പറ്റിപ്പോയി, ഞാനൊരു റിഹാബിലിറ്റേഷൻ കോഴ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ശിക്ഷയുടെ കാഠിന്യം കുറയുകയും ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ഓഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.